അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തന്നെ അന്ന് സ്മാർട്ട് പോയിന്റിൽ പോയെന്ന് പറഞ്ഞില്ലേ, റിലയൻസിൻ്റെ. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. സാധനം മേടിക്കാൻ പോയെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഈ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചത്. പഴം, കോളിഫ്ലവർ, ക്യാരറ്റ്, പയർ, കടല, അങ്ങനത്തുള്ള കുറേ ഐറ്റംസൊക്കെ മേടിച്ച് നമ്മൾ ഒരു മാസത്തേക്കുള്ള അതിൻ്റെ സാധനങ്ങളുടെ എല്ലാം ഒരുമാതിരി കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഞാൻ എല്ലാം ഓരോന്നൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം ഓരോ പാക്കറ്റ് എടുത്ത് തന്നെ കടല, പയർ, ഉഴുന്ന്, അങ്ങനത്തുള്ള എല്ലാം ഓരോ പാക്കറ്റ് എടുത്ത് മോൾക്ക് സ്കൂളിൽ കൊണ്ടുവരാൻ വേണ്ടി സ്നാക്സൊക്കെ എന്നും നമ്മൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനാവശ്യമുള്ള എല്ലാം എടുത്തിട്ടുണ്ട്. വലിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് അങ്ങ് എടുത്ത്, അത് ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്തതാണേ. ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു. ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാട്ടോ, അത് എനിക്ക് വേണ്ടി ഞാൻ എടുത്തതാണ്. നല്ല അടിപൊളി ബിസ്ക്കറ്റായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഇതുപോലൊരു പാത്രത്തിലോട്ടിട്ട് അങ്ങോട്ട് വെക്കുകയാണേ. പാത്രം ഞാൻ സാധനം തീർന്നപ്പോഴേ കഴുകി നല്ല വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിരുന്നായിരുന്നു കേട്ടോ, തുടച്ച്. അപ്പം നല്ല പാത്രത്തിലിട്ട് ഓരോന്നോരോന്ന് അങ്ങോട്ട് വെക്കും. ഇതുപോലത്തെ 6 പാത്രമുണ്ട്. ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ മീഷോയിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചതാണ്. പക്ഷെ നല്ല പാത്രമാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പാത്രമാണ്. ഇത് ശർക്കരപ്പൊടിയാണ്. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുമ്പം ഈ ശർക്കരപ്പൊടിയാണ് ഇടുന്നത്. പഞ്ചസാരയ്ക്ക് വരെ ശർക്കരപ്പൊടിയായിരുന്നത്. നേരത്തെയൊക്കെ പനങ്കൽക്കണ്ടമായിരുന്നു, ഇപ്പം ഒന്ന് മാറ്റി പിടിച്ച് ശർക്കരപ്പൊടിയാക്കി. പിന്നെ ഞാൻ മേടിച്ചതെല്ലാം വേണ്ട പാത്രത്തിലിട്ട് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് വെച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. പിന്നെ ഫില്ലായിരിക്കുമ്പോൾ ഇത് മുതിരയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മുതിരയൊക്കെ 2 ചെറിയ പാക്കറ്റാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോയി. എൻ്റെ പൊന്നേ, അടിപൊളി പരിപ്പുവട, ചൂട് പരിപ്പുവട. അവിടെ പരിപ്പുവടയില്ല, ഉള്ളിവട. മറന്നുപോയല്ലോ പേരും. ഉള്ളി ബജി. എൻ്റെ പൊന്നേ, നല്ല ചൂട് ഉള്ളി ബജി. പരിപ്പുവട അടപ്പത്ത് കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേണ്ട ഒരു ഇലക്ട്രോണിക്സ് കടയിൽ കയറിയേ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓവൻ ഇരിക്കുന്നതിൻ്റെ ഡിസ്പ്ലേ. ഞാൻ ചുമ്മാ അത് ഇങ്ങനെയൊക്കെ ഒന്ന് തിരിച്ചൊക്കെ നോക്കിയത്. നമ്മുടെ വീട്ടിലുണ്ട് OTG ഓവനാണേ, ഇങ്ങനത്തെ സാധാ ഓവനില്ല. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു കൃഷിഭവൻ പോലുള്ളൊരു സംഭവം അവിടെ ഒന്ന് കയറി. അവിടെ ഈ പച്ചമുളകിൻ്റെയൊക്കെ തൈ ഉണ്ടായിരുന്നു. പച്ചമുളക്, ഓമയ്ക്ക, റെഡ് ലേഡി എങ്ങനെയായിരുന്നു ഓമയ്ക്ക കേട്ടോ. നമ്മൾ 2-3 പച്ചമുളകിൻ്റെയും ഈ ചെറിയൊരു ഓമയ്ക്കയുടെയും ഒക്കെ തൈ മേടിച്ചപ്പോൾ കുറച്ച് പൈസയൊക്കെയുള്ളൂ കേട്ടോ. കൃഷിഭവൻ്റെ സംബന്ധമായിട്ടൊരു ഇതാണ് ഇത്. അവിടുന്ന് നമ്മൾ കുറച്ച് ഈ പച്ചക്കറിയുടെ, പക്ഷേ വേറെ ഒന്നുമില്ലായിരുന്നു കേട്ടോ, ഇത്രയേ ഉള്ളായിരുന്നു. തക്കാളി തൈയൊക്കെ വരും, പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി ഒരു 10 പച്ചമുളകിൻ്റെ തൈ കണ്ടെടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് വിലയുള്ളായിരുന്നു. അതൊക്കെ കണ്ടുവന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന വാഴ അങ്ങ് നട്ടു കേട്ടോ. അല്ലെങ്കിൽ അതങ്ങ് വാടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന വാഴ അത് കുഴിയൊക്കെ എടുത്തങ്ങ് നട്ട്. അല്ല പിന്നെ നമ്മളോട് ആ കളി കിളിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ഇനി വെച്ചിരുന്ന് വെറുതെ വാട്ടിക്കളയണ്ടെന്ന് വിചാരിച്ച് ചേട്ടൻ അപ്പം തന്നെ അങ്ങ് നട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊക്കെ നട്ട് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കട്ട്ലറ്റില്ലേ, അത് വേണ്ട ഓരോ പീസ് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് ഉണ്ടാക്കി. വൈകിട്ടപ്പം ചായയും കട്ട്ലറ്റും ആവുമല്ലോ. മോള് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും കട്ട്ലറ്റും ചായയും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ സ്കൂളിൽ നിന്ന് വന്നു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അടിപൊളിയായിട്ട് കട്ട്ലറ്റും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ചക്കക്കുരുവും ചക്കയുടെ കുഞ്ഞും എല്ലാം കൂടി ഇട്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഒരു തോരൻ പോലെ, പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. ഇത് അമ്മയുടെ സ്പെഷ്യൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ അതെടുക്കുക, രാത്രിയിലത്തേക്ക് വേണ്ടി ഉണ്ടാക്കുമായിരുന്നു ഇത്. ഞാൻ പറഞ്ഞ അമ്മ എന്ന് ഞാനൊരു വീഡിയോ എടുക്കട്ടെ, അങ്ങനെ എടുത്തതാണ്. ഇത് അടിപൊളിയായിരുന്നു. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് ഇതുപോലൊന്ന് വറുത്തിട്ട് ചക്കക്കുരു, ചക്കയുടെ കുഞ്ഞും സവോളയും എല്ലാം കൂടി ഇട്ട് ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട്, നമ്മൾ സാധാ തേങ്ങ അതുമായിട്ടിടണം. അതും അങ്ങോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന്, ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം.
എന്നിട്ടിത് ഇങ്ങനെ ഒന്ന് തത്തിപ്പൊത്തി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി ഒരു മണം കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റായത്. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഇതൊക്കെ വെന്ത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് വാടി വരും. നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു, അപ്പോൾ നമ്മൾ ലേശം കൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടിക്കൊന്നും പിടിക്കാതെ നോക്കണേ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ അടിപൊളി തോരൻ, ചക്കക്കുരു തോരൻ. നമ്മളിവിടെ ചക്കക്കൂഞ്ഞെന്നാണ് പറയുന്നത്, പലയിടത്തും പലതായിരിക്കും പറയുന്നത്. ഇവിടെ അങ്ങനെയാണ് പറയുന്നത് കൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതാണ്ട് അയാളിരുന്ന് കളിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് മലനട വയൽ വരെ ഒന്ന് പോയേ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ചുമ്മാ ഒന്ന് വയലിലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടങ്ങ് പോയി കേട്ടോ. കുറച്ച് സമയം അവിടെയൊക്കെ നിന്നൊന്ന് കറങ്ങി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.